കോട്ടാത്തല സുരേന്ദ്രന്റെ 75ാമത് രക്തസാക്ഷി ദിനമാണ്. ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചേർന്ന് ഇന്ന് കോട്ടാത്തലയിൽ സമുചിതമായി ആചരിക്കുന്നു. രാവിലെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നടന്ന പുഷ്പാർച്ചനയ്ക്കും പതാക ഉയർത്തലിനും ശേഷം ഇപ്പൊ വൈകുന്നേരത്തെ പൊതുപ്രകടനത്തിനു ശേഷം പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ാമത് രക്തസാക്ഷി ദിനം 74 സംവത്സരങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിലും കേരളത്തിലുമെല്ലാം ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജന്മി മാടമ്പി വ്യവസ്ഥിതിയും നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ തൊഴിലാളി വർഗത്തെയും അധസ്ഥിത ജനവിഭാഗത്തെയും അടിമകളെ പോലെ കണ്ടിരുന്ന കാലഘട്ടം. ഈ ഭൂമിയും അതിലെ വിഭവങ്ങളുമെല്ലാം ഒരു ചെറുന്യൂനപക്ഷത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും മഹാഭൂരിപക്ഷം വരുന്ന മറുപക്ഷം അതെല്ലാം ഈ ചെറുന്യൂനപക്ഷത്തിന് അനുഭവിക്കുവാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടിയുള്ളവരാണെന്നും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടം. തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനു വേണ്ടി, അധസ്ഥിത ജനവിഭാഗത്തിന്റെ മോചനത്തിനു വേണ്ടി, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരായി പോരാട്ടം നയിച്ച സഖാവ് കോട്ടാത്തല സുരേന്ദ്രനെ ഭരണാധികാരി വർഗത്തിന്റെ ഗുണ്ടകളായി മാത്രം അധപ്പതിച്ചിരുന്ന അന്നത്തെ കൊട്ടാരക്കര പോലീസ് ആ പോലീസിന്റെ പൈശാചികവും നിന്ദ്യവും ക്രൂരവുമായ മർദ്ദനങ്ങൾക്കിരയായി 74 വർഷങ്ങൾക്ക് മുൻപ് കൊട്ടാരക്കര പോലീസ് ലോക്കപ്പിനുള്ളിൽ വെച്ച് ഇഞ്ചിഞ്ചായി പിടഞ്ഞു മരിച്ച് തന്റെ രക്തസാക്ഷിത്വം കൊണ്ട് കോട്ടാത്തല എന്ന നമ്മുടെ ഈ കൊച്ചു ഗ്രാമീണ ദേശത്തിനെ വിപ്ലവ കേരളത്തിന്റെ വീരചരിത്ര താളുകളിലേക്ക് സവിസ്തരം എഴുതി ചേർത്ത സ്ഥിരനായ ഉജ്ജ്വലനായ വിപ്ലവകാരി സഖാവ് കോട്ടാത്തല സുരേന്ദ്രൻ. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ തന്നെ പിടിക്കുവാൻ എത്തിയ പോലീസുകാരുമായുണ്ടായ ചെറിയ സംഘർഷാവസ്ഥയിൽ ഒരു പോലീസുകാരൻ മരണപ്പെട്ട അവസ്ഥയിൽ താൻ പിടികൊടുത്തില്ലെങ്കിൽ തന്റെ വീട്ടുകാരും കുടുംബവും തന്റെ നാട്ടുകാരും തൊഴിലാളി വർഗവുമെല്ലാം പോലീസുകാരാൽ ക്രൂരമായി വേട്ടയാടപ്പെടുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൊടുത്തുകൊണ്ട് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒറ്റ സഖാക്കളെ പോലും ഒറ്റുകൊടുക്കാതെ മുഴുവൻ പീഡനങ്ങൾ ഒറ്റയ്ക്ക് ഏറ്റുവാങ്ങി മരണത്തിലേക്ക് നടന്നുപോയ ആ ധീര രക്തസാക്ഷിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ചേർന്ന് സഖാവിന്റെ 75ാമത് രക്തസാക്ഷി ദിനം ഇന്ന് സമുചിതമായി ആചരിക്കുകയാണ്. ദിനാചരണത്തിന് സമാപനം കുറിച്ചിട്ടുള്ള ഈ പൊതുസമ്മേളനത്തെ അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടാത്തല ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും ദിനാചരണ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് എൻ സജിമോനെ ആദരപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.